നമസ്കാരം. അടുക്കളയിൽ തിളച്ചു വരുന്നത് മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോട്ട്സ് വേണമെങ്കിൽ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് ഉണ്ടല്ലോ, അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കഥകൾ വെറും കഥകൾ മാത്രമല്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. കൊല്ലവർഷം 1088 തിരുവിതാംകൂർ കീരക്കാട്ട് നടന്ന കേരളീയ നായർ സമാജത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത സഭാംഗങ്ങൾക്കായി അടുത്തുള്ള മാരാർ ഭവനത്തിൽ വളരെ ചെലവ് ചെയ്ത് ചതുർവിധ നല്ല വിഭവങ്ങളോട് കൂടിയ സദ്യ ഒരുക്കിയിട്ട് മാടമ്പികളും ഇല്ലക്കാരുമായ സമ്മേളന പ്രതിനിധികളെ വിരുന്നിന് ക്ഷണിച്ചു. ഒരൊറ്റ സമുദായ പരിഷ്കർത്താവ് പോലും മാരാന്റെ അടുക്കളയിൽ വേവിച്ച ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. അടുക്കളയിൽ നിന്ന് തുടങ്ങുക എന്നത് പറയുന്നത്ര എളുപ്പമല്ല പ്രാവർത്തികമാക്കാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലരും പുരോഗമനം തള്ളും, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈ ജാതീയതയും ഇതൊക്കെ വെച്ച് പുലർത്തുന്നവരാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും എന്നുള്ളതാണ്. ഞാനൊരു ഈ ക്ലാസ്സിന്റെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു. പുരോഗമനവാദം ചെരുപ്പ് പോലെയാണെന്ന് പറയും. നമ്മൾ നാട് മുഴുവൻ ചെരുപ്പിട്ട് നടക്കും, മീൻസ് പുരോഗമനവാദം നാട് മൊത്തം തള്ളും. പക്ഷെ മുറ്റത്തേക്ക് അയച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് കയറും. എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ആ പയഞ്ചൻ തന്നെ. അടുക്കളയിൽ നിന്ന് തുടങ്ങുക മാറ്റം എന്ന് പറയുമ്പോൾ അത് പറയുന്നത്ര എളുപ്പമല്ല. കുട്ടിക്കൃഷ്ണ മാരാരുടെ വീടും വള്ളത്തോളിന്റെ ഭാര്യ വീടും, വള്ളത്തോൾ കവി, മുല്ലമംഗലത്തു മനയുടെ തെക്കും വടക്കുമായിട്ടായിരുന്നു വള്ളത്തോളിന്റെ ചിറ്റഴിയിലെ വീട്ടിൽ മാരാര് വരും. മാരാര് പക്ഷേ വള്ളത്തോളിന്റെ വീട്ടിൽ നിന്ന് തൊട്ടുണ്ടില്ല. അത് അശുദ്ധിയാണ്. ഇത്രയും വലിയ സാഹിത്യം എഴുതിയ ആൾക്കാരാണെന്ന് ഓർമ്മിക്കണേ. ഭക്ഷണത്തിനായി അദ്ദേഹം മുല്ലമംഗലം മനയിലെത്തും. അവിടെ ഇല്ലത്തുള്ളവരുടെ എല്ലാം ഭക്ഷണം കഴിഞ്ഞ് പുറത്ത് വിളമ്പുന്ന ഭക്ഷണം കഴിക്കാൻ മാരാർക്ക് ഒരു വിഷമവുമില്ല, വല്ലായ്മയുമില്ല. പുറത്തിട്ടിരിക്കാൻ തടുക്കോ ആവണിപ്പലകയോ ഒന്നും കൊടുക്കില്ല. വെറും പത്രക്കടലാസിലിരുന്ന് മാരാർ ഉണ്ണുന്നതിനെ കുറിച്ച് പി ഭാസ്കരൻ ഉണ്ണി 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട്. എത്ര വലിയ സാഹിത്യം പറയുന്നവരാണെന്ന് നോക്കൂ അവര് പോലും. അപ്പൊ മാറ്റം എന്ന് പറയാൻ എളുപ്പം എന്നല്ലാണ്ട് പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈഴവരുടെ ഭക്ഷണശീലങ്ങൾ മാറ്റാനായി 1888 ശ്രീനാരായണ ഗുരു 1888 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ശ്രീനാരായണ ഗുരു തന്നെയാ വരിക. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ സമയത്താണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ലേഖനമുണ്ട്, ആധുനിക കേരളം ആരുടെ സൃഷ്ടിയാണ്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈഴവരുടെ ഭക്ഷണശീലങ്ങൾ മാറ്റാനായി 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് വാവൂട്ട് യോഗം നടത്തി. വാവൂട്ട് യോഗം, ഈ വാവൂട്ട് യോഗത്തിന്റെ ബേസിലാണ് പിന്നീട് SNDP ഒക്കെ വന്നത്. ഭക്ഷണശീലം പരിഷ്കരിക്കുമ്പോൾ ഗുരു മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സവർണ ഭക്ഷണ രീതിയാണ് മാതൃകയായി കണ്ടത്. ഉണക്കമീനും പോത്തിറച്ചിയും മണക്കുന്ന അടുക്കളകൾ അപരിഷ്കൃതമാണെന്ന ധാരണ, പരിഷ്കൃതമല്ലെന്ന ധാരണ വാവൂട്ട് യോഗത്തിലെ ഗുരുവിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു, ഗുരുവിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. അവർണർക്ക് ഇന്നത്തെ രീതിയിലുള്ള സദ്യ ഉണ്ടാക്കിയതും അവരെ സദ്യ ഉണ്ണാൻ പഠിപ്പിച്ചതും ശ്രീനാരായണ ഗുരുവും SNDP യോഗവുമാണ്. ഉന്നതന്മാരെന്ന് കരുതപ്പെടുന്നവരോട് ഒരുമിച്ച് കൂടുമ്പോഴോ ഒരേ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോഴോ താണജാതിക്കാരോട് അവർക്കുണ്ടാകുന്ന മനോഭാവമാകാം ഭക്ഷണത്തിലെ നവീകരണത്തെ കുറിച്ച് ചിന്തിക്കാൻ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തി ആ രീതിയിൽ സദ്യ ഉണ്ട്, പിന്നെ മീനും കാര്യങ്ങളിൽ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള സദ്യ കൊണ്ട് ആളുകളെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം എന്തായിരിക്കും? ഈ പറഞ്ഞ മേൽജാതിക്കാരെന്ന് പറഞ്ഞ കാര്യമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ആ ഒരു സാമൂഹിക ലെവലിലേക്ക് ഇവരെയും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്തായിരിക്കും. ശ്രീനാരായണ ഗുരു ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ, അത്രയും മഹാനായ വ്യക്തിയായിരുന്നല്ലോ. അടുക്കള എന്നാൽ ഭക്ഷണശീലം മാത്രമല്ല, അടുക്കളയിൽ ഉണ്ടാവേണ്ട ജനാധിപത്യ മര്യാദകളെ കുറിച്ചോ അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളെ കുറിച്ചോ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നിശബ്ദമായിരുന്നു. നാട്ടിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും എന്താണ്, അടുക്കളയിൽ ഉണ്ടാവേണ്ട ജനാധിപത്യ മര്യാദകളെ കുറിച്ചോ അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളെ കുറിച്ചോ ഒന്നും പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മിണ്ടിയിട്ടില്ല. ഭോജ്യവസ്തുവും തിന്നുന്ന വസ്തു, ഭോഗ്യവസ്തുവും ഭോഗിക്കുക, ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ഭോജ്യവസ്തുവും ഭോഗ്യവസ്തുവും ഒന്നു ചേരുന്ന സ്ഥലമാണ് അടുക്കള. പറഞ്ഞതിലെ പ്രശ്നം നോക്ക് നിങ്ങൾ. ഭോജ്യവസ്തു തിന്നുന്ന വസ്തു, ഭോഗ്യവസ്തു സെക്സിനുള്ള വസ്തു, ഈ കാര്യങ്ങൾ രണ്ടും ഒന്നു ചേരുന്ന സ്ഥലമാണ് എന്ത്? അടുക്കള എന്ന് പറഞ്ഞതിന്റെ ആഴം നോക്കിയാൽ നിങ്ങൾ എത്ര വലിയ തെറ്റാണ് പറയുന്നത് എന്നുള്ളത്. പഴയകാല കറിവക ശ്ലോകങ്ങളിൽ സ്ത്രീ എങ്ങനെയാണ് ഒരേ സമയം ഭോജ്യവും ഭോഗ്യവുമാകുന്നത് എന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പഴയകാല കറിവക ശ്ലോകങ്ങളിൽ കാണാം ഒരേ സമയം സ്ത്രീ തിന്നാനുള്ളതും ഭോഗിക്കാനുള്ളതും ആകുന്നത് എങ്ങനെയാണെന്നുള്ളത്. പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ് അശനം. അശനം ആഹാരം, ഭക്ഷണം.
ഭക്ഷണം, സുന്ദരി, ഇവ രണ്ടും പുരുഷൻ എങ്ങനെ പ്രിയപ്പെട്ടതാകുന്നുവെന്ന് പുരുഷാർത്ഥ കൂത്തിൽ വിശദമാക്കുന്നുണ്ട്. പുരുഷാർത്ഥ കൂത്ത് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഈ കൂടിയാട്ടത്തിൽ വരുത്തിയ പുതിയ മാറ്റമാണ് പുരുഷാർത്ഥ കൂത്ത്. ഒരുതരം രംഗാവതരണമാണ്. ഹാസ്യരൂപേണ സാമൂഹ്യ വിമർശനവും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ ഈ പുരുഷാർത്ഥ കൂത്തിൽ എന്ത് പറയുന്നുണ്ട്? ഭക്ഷണം, സുന്ദരി, ഇവ രണ്ടും പുരുഷൻ എങ്ങനെ പ്രിയപ്പെട്ടതാകുന്നുവെന്ന് പുരുഷാർത്ഥ കൂത്തിൽ വിശദമാക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ അധരം, ഭക്ഷണത്തിന്റെ ചുണ്ട്, കീഴ്ചുണ്ട്, അധരം, ഭക്ഷണത്തിന്റെ അധരം സുന്ദരിമാരുടെ അധരം പോലെ തന്നെ മാധുര്യമുള്ളതാ. അതായത് കഴിക്കാനുള്ള ഭക്ഷണത്തിനെ സ്ത്രീകളോട് ഉപമിക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകളെയും പുരുഷന് കഴിക്കാനുള്ളതാണ്, ഭോഗ്യവും ഭോജ്യവും ആകുന്നു എന്നുള്ളതാണ്. ഏതാണ് ഭക്ഷണത്തിന്റെ അധരം എന്നല്ലേ? അതായത് ഭക്ഷണത്തിന്റെ അധരം സ്ത്രീകളുടെ അധരം പോലെ മധുരമുള്ളതാണെന്ന് പറയുമ്പോൾ ഏതാ ഈ ഭക്ഷണത്തിന്റെ അധരം? കീച്ചുണ്ട് ഏതാണ് ഭക്ഷണത്തിന്റെ അധരം എന്നല്ലേ? വഴുതനങ്ങ ഉപ്പേരി. നല്ല വഴുതനങ്ങ 4ആയി കീറി നെയ്യിലിട്ട് ചുവക്കുന്നത് വരെയും മൊരിച്ചെടുക്കണം. അതിന്റെ ഒരു ആകൃതിയും കടിച്ചാലത്തെ മാധുര്യവും ഒക്കെ സുന്ദരിമാരുടെ അധരം പോലെ വഴുതനങ്ങ ഇങ്ങനെ കീറി വെച്ച് കഴിഞ്ഞാൽ ചുണ്ടുപോലെ ഉണ്ടാവുന്ന പറയുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷണത്തിനെ സ്ത്രീയോട് ഉപമിക്കുക. രണ്ടും പുരുഷന് കഴിക്കാനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ സ്ത്രീ വിരുദ്ധത? ദെൻ ഇനി താനങ്ങട് നിരീച്ചു നോക്കിയാൽ മതി. അപ്പം ഈ വഴുതനങ്ങയുടെ കഷ്ണത്തെ സ്ത്രീയുടെ ചുണ്ടിനോട് ഉപമിക്കുക, അതരത്തോട് ഉപമിക്കുക. അപ്പം സ്ത്രീയുടെ അതരം പോലെ മധുരമുള്ളതാണ് ഈ ഭക്ഷണം എന്ന് പറയാണ്. ഇനി താനങ്ങട് നിരീച്ചു നോക്കിയാൽ മതി, അതാ ഭേദം. പഴപ്രഥമനും അടപ്രഥമനും ഭക്ഷണത്തിന്റെ സ്തനങ്ങൾ, ഭക്ഷണത്തിന്റെ മുലകളാണ് പഴപ്രഥമനും അടപ്രഥമനും. കണ്ടോ, ഫുഡിനെ സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുന്നത്. രണ്ടും പുരുഷന് കഴിക്കാനുള്ളതാണെന്നുള്ള കടുത്ത സ്ത്രീ വിരുദ്ധത നിലനിന്ന കാലഘട്ടത്തെ കുറിച്ചും ആ ചിന്തകളെ കുറിച്ചുമാണ് പറയുന്നത്. നല്ല പ്രഥമനാണെങ്കിൽ ഇലയിൽ വിളമ്പിയാലത്തെ സമ്പ്രദായം എന്താടോ? അതിലൊക്കെ നിങ്ങൾ ആ ഡബിൾ മീനിങ് മനസ്സിലാക്കണേ. നല്ല പ്രഥമനാണെങ്കിൽ ഇലയിൽ വിളമ്പിയാലത്തെ സമ്പ്രദായം എന്താടോ? ഓടിപ്പോവാതെ പതുക്കെ പതുക്കെ പരന്നു വരും. ഇലയിൽ നല്ല പ്രഥമനാണെങ്കിൽ ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ ഒട്ടാകെ ഓടിപ്പോവാണ്ട് പതുക്കെ പതുക്കെ പരന്നു വരും എന്ന് പറയുമ്പോൾ ഞാൻ അധികം അത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഭക്ഷണത്തിന്റെ ഉദരം, വയറ് പുളിശ്ശേരിയാണ് പോലും. 1-ാം തരം എരുമത്തൈരാണ് അത്രേ ഭക്ഷണത്തിന്റെ കടിതടം. കടിതടം എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, നിതംബം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ അതെന്താണ്? എന്താണ് പിന്നെ 1-ാം തരം എരുമത്തൈരാണ് പോലും ഭക്ഷണത്തിന്റെ കടിതടം. ഭക്ഷണത്തെ മൊത്തം സ്ത്രീയായിട്ട് ഉപയോഗിക്കുന്നു. ഭുക്തി വധുവിന്റെ എന്ന് വെച്ചാൽ ഭക്ഷണമാകുന്ന വധുവിന്റെ ഭക്ഷണത്തിന്റെ തുടകളാണ് ചിങ്ങൻ പഴങ്ങൾ. ഇങ്ങനെ നോക്കിയാൽ സുന്ദരിമാർക്കുള്ളതെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനുമുണ്ടെന്ന് കാണാം. എല്ലാം തികഞ്ഞ ഭക്ഷണവും എല്ലാം തികഞ്ഞ സുന്ദരിമാരെയും കിട്ടാൻ പ്രയാസമാണ് എന്നാണ് പുരുഷാർത്ഥ കൂത്ത് പറയുന്നത്. മനസ്സിലായോ ആ സങ്കല്പം? ഒരുവൾ ശരിയായ അർത്ഥത്തിലുള്ള സ്ത്രീയാകുന്നത് സ്വയം നല്ലൊരു ഭോജ്യവസ്തു ആകുമ്പോഴാണ്. സ്ത്രീ പൂർണ്ണയാകുന്നത് എപ്പോഴാണ് പോലും? കഴിക്കാൻ നിന്ന് കൊടുക്കുമ്പോഴാണ് എന്നുള്ളത് ഞാൻ അധികം ഇത് വിശദീകരിച്ച് പറയുന്നത്. അധികം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അപ്പം എന്താണ്? സ്വയം നല്ലൊരു ഭോജ്യവസ്തു ആകുമ്പോഴാണ്, ഭുജിക്കുന്നവളാകുമ്പോഴല്ല, എന്ന് വെച്ചാൽ തിന്നുന്നവളാകുമ്പോഴല്ല, തിന്നാൻ നിന്ന് കൊടുക്കുന്നവളാകുമ്പോഴാണ് എന്നുള്ളതാണ്. അമ്മ മകന് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേ, അമ്മ മകന് ചെറുപ്പത്തിൽ ഇരുട്ടത്ത് ചോറ് വിളമ്പിക്കൊടുത്തത് നേർപ്പെങ്ങൾ ചോറിന് വേണ്ടി കരയുമെന്ന് പേടിച്ചാണ്. ആ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് വെറും കഞ്ഞിവെള്ളവും ആൺകുട്ടിക്ക് ചോറും കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്ഭുതമൊന്നുമല്ല. നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിനോട് ചോദിച്ചു നോക്കിയാൽ അവര് കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ കഥകൾ പറഞ്ഞു തരും. അപ്പം ചോറ് അനിയന് കൊടുക്കുന്നത് കണ്ടിട്ട് അമ്മ മകന് ചെറുപ്പത്തിൽ ഇരുട്ടത്താണ് ചോറ് വിളമ്പി കൊടുത്തത്. എന്താ? നേർപ്പെങ്ങൾ ചോറിന് വേണ്ടി കരയുമെന്ന് പേടിച്ചിട്ട് അവര് മാത്രം കൊടുക്കുക. ഓക്കെ, അവൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവ് അനുജനെ ഊട്ടാനായി വീട്ടിൽ കൊണ്ടുവരും. ഇതേ അനുജന് കൊടുക്കാന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവ് കൊണ്ടുവരും. എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകി മാടുകൾക്ക് പുല്ല് പിച്ചി കൊടുത്ത് രാത്രി വറ്റ് ചങ്കിൽ തറച്ചു കിടക്കുമ്പോഴേ അവൾ കൂർക്കം വലിച്ചു തുടങ്ങും. പായ കണ്ടാ മതി, പൊട്ടിക്ക് പിന്നെ വേറൊന്നും വേണ്ടെന്ന് ഉമ്മ പായാരം പറയും. പാവല്ലേ, എവിടുന്നോ ഒരു വേദന പൊങ്ങുന്നില്ലേ? യെസ്, അവനാണ്, ആ ആണിനാണ് എപ്പോഴും ഭക്ഷണം കിട്ടുന്നത്. അവൾക്ക് കിട്ടുന്ന ഉപ്പുമാവ് അവരെ കൊണ്ടുകൊടുക്കും. പക്ഷെ പായ കണ്ടാൽ പിന്നെ പൊട്ടിക്ക് വേറൊന്നും വേണ്ട, അവള് കിടന്ന് ഉറങ്ങിക്കൊള്ളുന്നു, പാവം. അപ്പം ഈ വരി ഒന്ന് നോക്കൂ. മക്കൾക്ക് വാങ്ങിയ പാല് കട്ടുകുടിച്ചെന്ന് ആരോപിച്ച് കെട്ടിയോൻ അവളെ 3 ചൊല്ലി, എന്ന് വെച്ചാൽ തലാക്ക് ചൊല്ലി, ഡിവോഴ്സ് ചെയ്തു. 3 ചൊല്ലി തിരിച്ചയച്ചപ്പോൾ ഓർത്തു പോയതാണ് ഇത്രയും എന്ന് കമറുദ്ദീൻ ആമയത്തിന്റെ പൊട്ടി എന്ന കൃതി നമ്മളോട് പറയുന്നു. ഇതിലൂടെയൊക്കെ ഇത് ഓരോന്നെടുത്ത് കാണിക്കുന്നത്, ഇതിലൂടെയൊക്കെ ആ സ്ത്രീ വിരുദ്ധത, സ്ത്രീ അനുഭവിച്ച വേദന കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത്. പലജാതി തീറ്റപ്പണ്ടങ്ങളുടെ വിവരണങ്ങളുടെ മേധസ്സുമായി ഇറങ്ങുന്ന പാചകക്കുറിപ്പുകൾ വായിക്കുമ്പോൾ ഈ കവിത പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലാകുന്നു. ഓക്കെ, 50 കൊല്ലം കൊണ്ട് വേലക്കാരിതൻ കുഞ്ഞിക്കുമ്പിളിൽ മൊട്ടിട്ടില്ല വറ്റിന്റെ സങ്കല്പങ്ങൾ എന്നിടശ്ശേരി. ഇതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആണോ? 50 കൊല്ലം കൊണ്ട് വേലക്കാരിതൻ കുഞ്ഞിക്കുമ്പിളിൽ, 50 കൊല്ലം പണിയെടുത്തിട്ടും ആ കുഞ്ഞിക്കുമ്പിളിൽ എന്ത് ചെയ്തിട്ടില്ല? മൊട്ടിട്ടില്ല വറ്റിന്റെ സങ്കല്പങ്ങൾ. ഇത്ര കാലം പണിയെടുത്തിട്ടും ചോറ് തിന്നാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്.
ഇത് പറയുമ്പോൾ ഒരു കന്നഡ ഫിലിം സോങ് ഉണ്ട്, രൂപന്തര എന്ന് പറയുന്ന സിനിമയില്, കിത്താളെ തോട്ടದ ಕಲಸದ ಹುಡುಗಿಯ ಕನಸಂದ ಒಂದು ಕಿತ್ತಾಳೆ ಹಣ್ಣು ಕಿತ್ತಾಳೆ ಹಣ್ಣು ഞാലിರೋ ആസാമി കൊയ്തു കുടനേനോ യാഗന്ധ ഹൗനികേൻ കാണലേൻ കണ്ണു കാണലേൻ കണ്ണു. ഓറഞ്ച് തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നം അവിടുന്ന് ഒരു ഓറഞ്ച് പഴുത്തത് പറിച്ച് തിന്നുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തോട്ടക്കാരായ എനിക്കൊരു ഓറഞ്ച് പഴം തരാത്തത്? നിങ്ങൾക്ക് എന്നെ കാണാനുള്ള കണ്ണില്ലാത്തത് കൊണ്ടാണോ? ഞാൻ അദൃശ്യമായതുകൊണ്ടാണോ? രൂപമില്ലാത്തവളായതുകൊണ്ടാണോ? നമ്മൾ തൊട്ടപ്പുറമുള്ള നമ്മുടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കാണാത്തത് നമുക്കവരെ കാണാനുള്ള കണ്ണില്ലാത്തത് കൊണ്ടാണോ? അവർക്ക് ജന്മനാ രൂപമില്ലാത്തത് കൊണ്ടാണോ? സാമൂഹിക അസമത്വങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കുറേ അങ്ങ് പരന്നു പോകും, വീഡിയോ നീണ്ടുപോകും. അപ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ ധനവിനിയോഗത്തിൽ സ്വതന്ത്ര പദവിയിലേക്ക് ഉയരുന്നതോടെയാണ് ഇവിടെ അടുക്കളകൾ ബാഹ്യമായെങ്കിലും പരിഷ്കരിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെ വീട്ടുജോലികൾ മൊത്തം ചെയ്യുന്ന സ്ത്രീകൾ ധനവിനിയോഗത്തിൽ പൈസ ചെലവാക്കുന്നതിൽ സ്വതന്ത്ര പദവിയിലേക്ക് എത്തി. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പം ഗൾഫുകാരുടെ വീട് ആലോചിച്ച് നോക്കുക. വീട്ടിൽ അച്ഛനൊക്കെ ഗൾഫിലാണെങ്കിൽ അമ്മമാരായിരിക്കും പൈസ ചെലവാക്കുന്നുണ്ടാവുക. അപ്പൊ ധനവിനിയോഗത്തിലേക്ക് അവർ എത്തിയപ്പോഴത്തേക്കാണ് ബാഹ്യമായെങ്കിലും പരിഷ്കരിക്കപ്പെട്ടത്. പക്ഷെ അങ്ങനെ അതിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവരെന്നെ കുക്ക് ചെയ്യണം. ആന്തരിക തലത്തിൽ ഉള്ളിൽ പരിഷ്കരണമൊന്നുമില്ല, പക്ഷെ ബാഹ്യതലത്തിലെങ്കിലും പരിഷ്കരിക്കപ്പെട്ടു. ഗൾഫ് പണം സ്വയമേ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്ത്രീകളും തങ്ങളുടെ അടുക്കളയുടെ അടഞ്ഞ അവസ്ഥയെ കാറ്റും വെളിച്ചവും കടക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റി പണിതു. അപ്പോ ഈ ഗൾഫ് മണി ഉപയോഗിക്കാൻ പിന്നെ റൈറ്റുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സ്ത്രീകൾ കുറച്ചൊക്കെ വെളിച്ചം അടുക്കളയിലേക്ക് കടത്തിവിട്ടു, കുറച്ചുകൂടി ഭാഗ്യമായിട്ട് മാറി അവർ ടൗണിലേക്ക് ഇറങ്ങി എന്നുള്ളത് പറയാണ്. അവർ തങ്ങളുടെ അടുക്കളകളുടെ രൂപകൽപ്പനകളിൽ പങ്കാളികളായി തുടങ്ങി. പുകയില്ലാത്ത അടുപ്പുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും തിളങ്ങുന്ന ടൈലുകളും അലങ്കാര മോടിയുള്ള സിങ്കുകളും അടുക്കളയെ സ്വീകരണ മുറിയേക്കാൾ മനോഹരമാക്കി. ശരിയല്ലേ? നിങ്ങൾ പഴയ സിനിമകളിൽ അടുക്കള നോക്കി വല്ലാത്തൊരു കഷ്ടമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നിട്ടൊക്കെ കുക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ അടുക്കള സ്വീകരണ മുറിയേക്കാൾ ഭംഗിയില്ലടോ. ഇതൊക്കെ അടുക്കളയുടെ സ്ട്രക്ചറിൽ, ആർക്കിടെക്ചറിലൊക്കെ വന്ന മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആന്തരിക തലത്തിൽ ഒരു മാറ്റവും ഇല്ല. അന്നും കുക്കിംഗ് ഇന്നും കുക്കിംഗ്, ഒരാൾ എന്നെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടത്തരക്കാരുടെ പുതിയ വീടുകളിലെ അടുക്കളകളിൽ അടുപ്പിൻ പാതകം എന്ന് പറഞ്ഞാൽ തെണാന്ന് പറയൂല, നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ തെണാന്നാ പറയാ. അതിന്റെ മേലെയാണ് സ്റ്റവും കാര്യങ്ങളിലും വെക്കുക. അപ്പൊ അടുപ്പിൻ പാതകം അടുക്കളയിലെ സ്ത്രീയുടെ ഉയരത്തിനനുസരിച്ച് ഉയർത്തി കൊടുക്കുക എന്നത് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അതായത് നമ്മൾ പുതിയ വീടിന് കിച്ചൺ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ സ്ത്രീയുടെ ഉയരത്തിനനുസരിച്ചിട്ടാണ് ഈ അടുപ്പിന്റെ തിണ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയ സ്നേഹമായിട്ട് നമ്മൾ പറയും. പക്ഷേ അതെന്താണ് ശരിക്കും? അധ്വാനം അവളിൽ തന്നെ എന്ന ചിന്താഗതിയെ ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നേ? അതെ, അവളുടെ ഹൈറ്റിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക, അവിടെ അവളെങ്ങനെയാ പണിയെടുക്കേണ്ടതെന്നുള്ള അർത്ഥമാണ്. എങ്കിലും നടുവൊടിക്കുന്നതല്ല എന്നൊരു ആശ്വാസം കൊണ്ടുവന്നു. ശരിയല്ലേ? ഇങ്ങനെ കുനിഞ്ഞു കുക്ക് ചെയ്യേണ്ടതിന് പകരം നിവർന്നു നിന്ന് കുക്ക് ചെയ്യാലോ. നടുവൊടിക്കുന്നില്ല എന്നുള്ളൊരു ആശ്വാസം കൊണ്ടുവന്നു. അടുക്കളയ്ക്ക് ജനാലകൾ ഉണ്ടായി. പിൽക്കാലത്ത് വന്ന മാറ്റാണ്. പുതിയ അടുക്കളകളിൽ റേഡിയോയും ടിവിയും ഘടികാരവും സ്ഥാനം പിടിക്കുന്നു. അടുക്കളയിൽ റേഡിയോ സ്ത്രീക്ക് മറ്റൊരു ഘടികാരമാണ്. ഘടികാരത്തെക്കാൾ കൃത്യതയാണ് ആകാശവാണിയിലെ പരിപാടികൾക്ക്. ക്ലോക്കിനേക്കാൾ കൃത്യതയാണെന്ന് പറയുന്നത്. ഭൂകമ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്റെ സമയവൃത്തത്തെ വിഭജിക്കാൻ ഒരു സ്ത്രീക്ക് വിശ്വാസത്തോടെ റേഡിയോയെ ഉപയോഗിക്കാം. എങ്ങനെ? പിന്നെ ഇന്നേ പരിപാടി വരുമ്പോൾ ഇത്ര സമയം എന്നുള്ള ഈ സമയം എന്നൊക്കെയുള്ള രീതിയിൽ അവളുടെ സമയങ്ങളെല്ലാം വിഭജിക്കപ്പെടുന്നത് അടുക്കളയ്ക്ക് വേണ്ടിയാണ്. ഈ സമയത്ത് വേഗം ചായ ഉണ്ടാക്കിയാൽ അടുത്ത സമയത്ത് ലഞ്ച് ഉണ്ടാക്കാം, പിന്നെ ഈവനിങ് സ്നാക്ക്, പിന്നെ ഡിന്നർ. യെസ്, അവളുടെ സമയങ്ങളെല്ലാം ഡിവൈഡ് ചെയ്യപ്പെടുന്നത്, വിഭജിക്കപ്പെടുന്നത് അടുക്കളയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ആർക്കിടെക്ചർ അടുക്കളയെ എങ്ങനെ ആകർഷകമാക്കാമെന്ന് ഗാഢമായി ആലോചിക്കുന്നു. എങ്കിലും ദായക്രമം എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വത്തിന്റെ അവകാശക്രമം, മക്കൾക്ക് കൊടുക്കണോ മരുമക്കൾക്ക് കൊടുക്കണോ ആ പരിപാടി. ദായക്രമവും കുലത്തൊഴിലും മാറ്റമൊന്നുമില്ലാതെ പഴയപടി തുടരുന്ന തറവാടിത്തം അടുക്കളയിൽ നിലനിൽക്കുന്നുണ്ട്. അമ്മൂമ്മയിൽ നിന്ന് അമ്മ, അമ്മയിൽ നിന്ന് മകൾ, മകളിൽ നിന്ന് അങ്ങനെ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്ത് കൊണ്ടുപോവാണ്. പെണ്ണെ, നീയാണ് അടുക്കളയിൽ ജോലി ചെയ്യേണ്ടവൾ എന്നുള്ള ബോധം കെട്ടിവെച്ചു കൊടുക്കുകയാണ്. എഴുതുകയും വായിക്കുകയും മറ്റു പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകളോട്, ശ്രദ്ധിച്ചോ, എഴുതുകയും വായിക്കുകയും മറ്റു പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മറ്റാളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇതിനൊക്കെ സമയം എവിടെ നിന്നാണ് എന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങുന്ന ഒരു സ്ത്രീയോട് ബാക്കിയുള്ളവർ ചോദിക്കും, എന്റെ മക്കളെ നിങ്ങൾക്ക് ഇതിനൊക്കെ എവിടെ നിന്നാ സമയം എന്ന്. ആ ചോദ്യത്തിലുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ പണി വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. ഇത് നിങ്ങൾ ചെയ്യുന്ന പൊതുപ്രവർത്തനം സെക്കൻഡ് പണിയാണ്. അപ്പൊ ഈ സെക്കൻഡ് പണി എടുക്കാൻ ഈ ഫസ്റ്റ് പണി കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് സമയം എന്ന് വെച്ചാൽ സ്ത്രീയെ അടുക്കളക്കാരിയായിട്ട് തന്നെയാണ് മറ്റ് സ്ത്രീകളും സമൂഹവും ഒക്കെ ചിത്രീകരിക്കുന്നത്. ആ ചോദ്യത്തിലുണ്ടത്. എവിടെ നിങ്ങൾക്ക് ഇതിന് സമയം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥ ജോലി മറ്റതാണെന്ന് പറയുന്ന, അടുക്കളപ്പണിയാണെന്ന് പറയുന്ന ഒരു ധ്വനി അതിലുണ്ട്.
ഓക്കെ. മറ്റാളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്, ഇതിനൊക്കെ സമയം എവിടെ നിന്നാണ് എന്നത്. പാചകം ചെയ്യുന്നതിനോ മറ്റ് ഗൃഹജോലികൾ ചെയ്യുന്നതിനോ ഉള്ള സമയം എവിടെ നിന്നാണ് എന്നല്ല ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്. ഇവള് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതാണ് എന്ത്, പൊതുപ്രവർത്തനം. അപ്പൊ അവളോട് ചോദിക്കേണ്ടത് ഇതിന്റെ ഇടയിൽ അതിനെവിടെ നിന്നാണ് നേരം കിട്ടുന്നതല്ലേ ചോദിക്കേണ്ടത്, അല്ലാണ്ട് അതല്ലേ ഇവരോട് ചോദിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇതിനെവിടെ നിന്നാണ് നേരം എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി സ്ത്രീക്ക് അടുക്കള തന്നെയാണ് എന്ന് സമൂഹം അങ്ങ് ചോദ്യത്തിലൂടെ വരെ ചോദിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീയുടെ സർഗാത്മക പ്രവൃത്തികൾക്കായി അവൾ അധിക സമയം വേറെ കണ്ടെത്തേണ്ടതുണ്ട്. 24 മണിക്കൂറിനെ അവൾ വീണ്ടും വിഭജിക്കുന്നു. ഓക്കെ. അടുക്കളയിലെ ജോലി ഉഴപ്പിക്കളയുമെന്ന് ഭയന്ന് തന്റെ പുസ്തകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭർത്താവിനെ കുറിച്ചൊരു കൂട്ടുകാരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സങ്കടത്തോടെ സംസാരിച്ചത് ഓർമ്മിക്കുന്നു. എഴുത്തുകാരി പറയാ, ശാരദക്കുട്ടി, അടുക്കളയിലുള്ള പണിയിൽ ശ്രദ്ധ പോകുമെന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് എന്ത് ചെയ്തു, ഒരു സ്ത്രീയുടെ പുസ്തകങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച് കളഞ്ഞു. അങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എന്തൊരു നീതി നിഷേധമാണോ. ഹോം സയൻസ് ഐച്ഛിക വിഷയമായി എടുത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കേസിൽ ഇപ്പം മേജർ ആയിട്ട് എടുക്കാന്ന് പറയൂലേ, മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ PG കഴിഞ്ഞ അവൾ നല്ല വായനക്കാരിയായിരുന്നു. ഇപ്പോൾ താൻ കബളിപ്പിക്കപ്പെട്ടത് അവൾ തിരിച്ചറിഞ്ഞു. മുഴുവൻ സമയവും ബ്ലോഗ് രചനയിൽ ഏർപ്പെട്ട് സ്വയം ആനന്ദിക്കാൻ അവൾ കരുത്ത് നേടിയിരിക്കുന്നു. അടുക്കള ജോലികളെക്കുറിച്ചും കർക്കശക്കാരനായ ജീവിത പങ്കാളിയെക്കുറിച്ചും രസകരമായി നർമ്മം കലർത്തി അവളിടുന്ന ബ്ലോഗ് സാഹിത്യം ഏറെ ജനപ്രിയത നേടിയിരുന്നു. എഴുത്തുകാരിയുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. തന്റെ രണ്ടാം ജീവിതം എന്ന് ആഹ്ലാദത്തോടെ ആ സ്ത്രീ ബ്ലോഗ് ജീവിതത്തെ ആ സ്ത്രീ കാണുന്നു. രണ്ടാം ജീവിതം, അടുക്കള കഴിഞ്ഞിട്ടുള്ള രണ്ടാം ജീവിതം. അടുക്കള പലപ്പോഴും അടച്ചിടാനും ഹോട്ടൽ ഭക്ഷണം ഏതാണ്ട് ഒരു നിത്യശീലമാക്കാനും അവൾ വീട്ടിലുള്ളവരെ ശീലിപ്പിച്ചു. അവൾ കുറെയൊക്കെ അതിൽ നിന്ന് മോചനം നേടി. ഈ സുഹൃത്തിനെ കുറിച്ച് പറയുകയാണെ, തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം കയറി ചെല്ലാനും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഘോഷപൂർവ്വം കലാപരമായി ചെയ്യാനുമുള്ള ഇടങ്ങളായി കമ്പ്യൂട്ടർ മുറിയെയും അടുക്കളയെയും അവൾ ഒരുപോലെ മാറ്റിയെടുത്തു. ഇത് സാമ്പത്തിക സൗകര്യവും ബുദ്ധിയും ഒരുപോലെയുള്ള ഒരു സ്ത്രീയുടെ കഥ. ഇതൊരു പൊതുകഥയല്ല, എങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ പറയാണ്, ഇങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. സ്വന്തം അവകാശങ്ങൾ കണ്ടെത്തിയിട്ട് മുന്നോട്ട് വന്നിട്ട് ശക്തമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട്. പക്ഷെ അതൊരു കഥ, പൊതുകഥയല്ല. മെജോറിറ്റി സ്ത്രീകൾ ഇപ്പോഴും അനുഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അടുക്കളയിൽ നടക്കുന്നത് സങ്കുചിതമായ ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. സങ്കുചിതമായ സ്പെഷ്യലൈസേഷൻ സങ്കുചിതമായ സ്പെഷ്യലൈസേഷൻ നിരാകരിക്കപ്പെടുകയും തൊഴിലാളിക്ക് തന്റെ ജോലിയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയും വേണം അല്ലെ. ഈ സ്പെഷ്യലൈസേഷൻ ഇത് തന്നെ ചെയ്തോളണം എന്നുള്ളത് മാറിയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റണം തൊഴിലാളിക്ക്. അധ്വാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രൂപങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെയും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും നാനാവിധവുമായ വികാസം സാധിക്കുന്നതിലൂടെയും മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന എല്ലാ കഴിവുകളും പുറത്തു വരുന്നു അല്ലെ. നമ്മള് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു വരിക. എനിക്കൊരു കഴിവും ഇല്ല എന്ന് പറയും, വെറുതെയാ. നമുക്ക് അതിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ കഴിവ് താനേ പുറത്തേക്ക് വന്നോളൂ. അധ്വാനത്തിൽ പുതിയ വിഭജനങ്ങളും പുതിയ സ്പെഷ്യലൈസേഷനും ഉണ്ടായി വരുന്നു. വിവിധതരം ജോലികൾ മാറി മാറി ചെയ്യാനുള്ള സാധ്യത അധ്വാന വിഭജനത്തിന്റെ മറുപുറമാണ്. അരക്കലും പൊടിക്കലും തുടക്കലും ഇല്ലാതായതോടെയാണ് സ്ത്രീകൾക്ക് ഇടുപ്പല്ലൊടിയുന്നതും ഗർഭപാത്രം കേടാകുന്നതും അസ്ഥിരോഗങ്ങൾ ബാധിക്കുന്നതും എന്ന് സാധാരണ കേൾക്കാറുണ്ട്. കണ്ടോ, സ്ത്രീകൾക്ക് സാധാരണ ഇടുപ്പലിന്റെ അസുഖങ്ങളും അതുപോലെ തന്നെ ഗർഭപാത്രം കേടാകുന്നതും അസ്ഥിരോഗങ്ങൾ വരുന്നതൊക്കെ എന്താ, അരക്കലും പൊടിക്കലും തുടക്കലും ഇപ്പം ചെയ്യുന്നില്ല, എക്സസൈസ് ഇല്ലല്ലോ, മെഷീൻസ് ആയല്ലോ, മിക്സിയും മോപ്പും കാര്യങ്ങളെല്ലാം ആയല്ലോ. അതുകൊണ്ട് അവർ പണിയെടുക്കാത്തത് കൊണ്ടാണ്, അവർക്ക് വീട്ടുജോലി എടുക്കാത്തത് കൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത് പലരും പറയാറുണ്ട്. ഇതൊന്നും ചെയ്യാത്ത വലിയൊരു വിഭാഗം ജനത ഇവിടെ ഉണ്ട്. ഏതാ വിഭാഗം? പുരുഷൻ. തറ തുടച്ചും അരി ഇടിച്ചും അമ്മിക്കല്ലിൽ അരച്ചുമാണോ അവരുടെ ആരോഗ്യം നിലനിർത്തുന്നത്? സ്ത്രീയെ അങ്ങ് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊക്കെ കാരണങ്ങൾ കണ്ടെത്താണ്. അടുക്കളയിൽ ഒരു ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ടതാണ്. എഴുത്തുകാരി പറയാം, അടുക്കളയിൽ ഒരു ഷിഫ്റ്റ് സമ്പ്രദായം, കുറച്ചു നേരം ഇവര് കുറച്ചു നേരം അവർ എന്നുള്ളത്. കാരണം വ്യായാമം എല്ലാവർക്കും ആവശ്യമാണ്. കുറച്ചു നേരം സ്ത്രീ ചെയ്താൽ ഷിഫ്റ്റ് ആയിട്ട് കുറച്ചു നേരം പുരുഷൻ ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ലഞ്ച് സ്ത്രീ ചെയ്യട്ടെ, ഇനി ഡിന്നർ പിന്നെയും ഞാൻ ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു ഷിഫ്റ്റ് ആവശ്യമാണ്. വിവിധ തരം ജോലികൾ എല്ലാവരും മാറി മാറി ചെയ്താൽ പോരെ ആയുരാരോഗ്യ സൗഖ്യം നേടാൻ? എക്സസൈസ് ആവില്ലേ? സ്ത്രീയുടെ മാത്രമല്ല എല്ലാവരുടെയും ശരീരഘടന നന്നായിരിക്കുന്നതല്ലേ കാണാൻ ചന്തം. അങ്ങനെ എക്സസൈസിന് വേണ്ടിയിട്ട് അവളെ കൊണ്ട് എല്ലാ പണി പഠിപ്പിക്കാൻ നോക്കണ്ട. എല്ലാവർക്കും വേണ്ട എക്സസൈസ്, എല്ലാവർക്കും വേണ്ട ആരോഗ്യം. അപ്പൊ അടുക്കളയിൽ ഒരു ഷിഫ്റ്റ് വരട്ടെ. എല്ലാ മനുഷ്യരുടെയും മാംസപേശികളുടെയും നാഡി ഞരമ്പുകളുടെയും പ്രവർത്തനം സുഗമമാക്കേണ്ടതുണ്ട്. സ്ത്രീകളെ ആരോഗ്യവതികളായി നിലനിർത്താൻ മുറ്റമടിക്കൽ, തറതുടയ്ക്കൽ തുടങ്ങിയ വിവിധോദ്ദേശ പദ്ധതികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിഹാസം ഉണ്ട് കേട്ടോ. വിവിധോദ്ദേശ പദ്ധതികൾ തന്നെ വേണമെന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു ചോദ്യം ചോദിക്കുന്നതിന്റെ ആ കാണിച്ചതുണ്ട് അവിടെ. വിവിധോദ്ദേശ പദ്ധതികൾ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ആ വ്യായാമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ ഇതന്നെ തറതുടക്കലും മുറ്റടിക്കലും തന്നെ വേണമെന്നില്ല. വേലക്കാരിക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവളെ ഞാനങ്ങ് കല്യാണം കഴിച്ചു എന്ന് ഈ ബുദ്ധിയെ ബഷീർ പണ്ടേ രേഖപ്പെടുത്തിയിട്ടും വെച്ചിട്ടുണ്ട്. വർത്തമാനകാല അടുക്കളയിൽ സംഭവിച്ച ഏറ്റവും വലിയ വിപ്ലവമാണ് നൂഡിൽസ് വിപ്ലവം. വർത്തമാനകാല അടുക്കളയിൽ സംഭവിച്ച ഏറ്റവും വലിയ വിപ്ലവമാണ് നൂഡിൽസ് വിപ്ലവം. എന്താ അങ്ങനെ പറയുന്നത്?
വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഈ വിഭവത്തിന്റെ വിവിധ രുചികൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണെന്നതാണ് വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ ആശ്വാസം. ഒരുപാട് ടഫായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുന്നതിനേക്കാളും നൂഡിൽസ് കുട്ടികൾക്ക് ഇഷ്ടമാണ്, വേഗം അത് ഉണ്ടാക്കാനും പറ്റും. ഫാസ്റ്റ് ഫുഡിന്റെയും നൂഡിൽസിന്റെയും ദോഷവശങ്ങൾ, അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നവർ പറയുന്ന സ്ഥിരം പല്ലവിയാണ് പണ്ടത്തെ അടുക്കളയുടെ നഷ്ടപ്പെട്ടു പോയ നന്മകൾ. അല്ലെ, നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, പുറത്തുനിന്ന് കൂടുതൽ കഴിക്കാൻ തുടങ്ങി പറയുമ്പോഴത്തേക്ക് നമ്മൾ വലിയ നൊസ്റ്റു ഫീലിംഗിലേക്ക് എത്തും, ഗൃഹാതുരത്തിലേക്ക്, നൊസ്റ്റാൾജിയിലേക്ക് എത്തും. ഓ, പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന കറി, ഓ എന്നൊക്കെ നമ്മൾ പറയും. അമ്മയുടെ അടുക്കള എല്ലാ ആണിന്റെയും നൊസ്റ്റാൾജിയാണ്. പച്ച വിറകിന്റെയും പുകയുടെയും കരിയുടെയും നടുവിലെ അമ്മയുടെ നടുപൊടിയുന്ന പണികൾ മറന്നുകൊണ്ട് സ്വന്തം അമ്മമാരെ കുറിച്ചുള്ള ആണുങ്ങളുടെ ഫ്യൂഡൽ ഗൃഹാതുരത്വമാണ് വർത്തമാനകാല സ്ത്രീ നേരിടുന്ന ഒരു വലിയ ദുരന്തം. അല്ലെ, ആണുങ്ങൾ വലിയ നൊസ്റ്റാൾജി പറയും. എൻ്റെ അമ്മ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തന്ന ചമ്മന്തി പാവം അരച്ചരച്ചരച്ചായി അമ്മയുടെ നടുപൊടി ണ്ടാവും. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. ഫ്യൂഡലിസത്തിന്റെ സുഖങ്ങൾ മാത്രമല്ല, അതിന്റെ ദുരിതങ്ങളെയും ആവേശത്തോടെയാണ് മലയാളി പുരുഷൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഫ്യൂഡലിസത്തെ എതിർക്കുന്ന പുരോഗമന ബുദ്ധിജീവികൾ പോലും അടുക്കളക്കാര്യത്തിൽ താലോലിക്കുന്നത് ഫ്യൂഡൽ സങ്കല്പങ്ങളെ തന്നെയാണ്. ഈക്വൽ ആയിരിക്കണം, ഇക്വാലിറ്റി വേണം, ഇക്വിറ്റി വേണം എന്നൊക്കെ തള്ളുന്ന പുരുഷന്മാർ തന്നെ അടുക്കളയിലേക്ക് കയറുന്നില്ല. വീട്ടിലെ സ്ത്രീകൾ ചെയ്തോളണം. ഫ്യൂഡലിസം അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പുരോഗമനവാദം, ചെരുപ്പ് പോലെയാണെന്ന് പറഞ്ഞില്ലേ, പുറത്തു പോയിട്ട് തള്ളും. വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. എൻ്റെ അമ്മയുണ്ടാക്കുന്ന കറിയുടെ രുചി എന്ന് ഭർത്താവിൽ നിന്ന് കേൾക്കാത്ത ഒരു മലയാളി ഭാര്യ ഉണ്ടാവില്ല. കല്യാണം കഴിച്ചാൽ പറയൂ, നീ ഉണ്ടാക്കുന്ന കറിയൊക്കെ എന്ത്, പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയുടെ രുചി എന്ന് പറയും. കുടുംബത്തിന്റെ മുഴുവൻ ആരോഗ്യത്തിന്റെ ചുമതലയും സ്ത്രീക്കാണെന്ന ബോധ്യവും ഈ ഫ്യൂഡൽ താലോലത്തിന്റെ ഭാഗമാണ്. ഫാസ്റ്റ് ഫുഡ് വിപ്ലവത്തെ എതിർക്കുന്നതും ഇതേ കാരണത്താലാണ്. അപ്പോൾ ഫാസ്റ്റ് ഫുഡിനെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ ജങ്ക് ഫുഡിനെ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. പക്ഷെ കുക്ക് രണ്ടുപേരും ചേർന്നായിരിക്കണം. സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാവരുത് ആരോഗ്യം എന്ന് പറയുന്നത്, എല്ലാവരുടെയും ഉത്തരവാദിത്തമാവണം. ആപത്കരമായി അവസാന പാരഗ്രാഫ് നോക്കൂ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ പറഞ്ഞ ഈ ലേഖനം മൊത്തം നമ്മൾ ഒറ്റ വാക്കിൽ പറയാണ്, ഒറ്റ പാരഗ്രാഫിൽ പറയാണ്. ആപത്കരമായി പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരുപാട് ഉപകരണങ്ങളുടെ കൂടാരമല്ലേ അടുക്കള? യെസ്, പൊട്ടിത്തെറിക്കാവുന്ന എന്തൊക്കെയുണ്ട് അവിടെ? പ്രഷർ കുക്കർ ഉണ്ട്, ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, ഒരുപാട് ഉപകരണങ്ങളുടെ കൂടാരമാണ് അടുക്കള. പിന്നെ ഫ്രിഡ്ജ് വേണേൽ പൊട്ടിത്തെറിക്കാം, മിക്സി വേണേൽ പൊട്ടിത്തെറിക്കാം, ഗ്രൈൻഡർ വേണേൽ പൊട്ടിത്തെറിക്കാം. അങ്ങനെ ആപത്കരമായി പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരുപാട് ഉപകരണങ്ങളുടെ കൂടാരമല്ലേ അടുക്കള? കടുത്ത പുകയല്ലേ അവിടെ മുഴുവൻ? ശുദ്ധവായു കിട്ടാതെ ശ്വാസം മുട്ടിയും ഛർദ്ദിക്കാൻ വന്നിട്ടും എത്രയോ കാലമായി അനുസരണയോടെ അവൾ അവിടെ തന്നെ നിൽക്കുന്നു. ശുദ്ധവായു അവിടുന്ന് കിട്ടുന്നില്ല, പുകയല്ലേ അവിടെ? ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടും ഛർദ്ദിക്കാൻ വന്നിട്ടും എത്ര കാലമായി സ്ത്രീ അടുക്കളയിൽ തന്നെ അനുസരണയോടെ നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ. ഇതാണ് പറഞ്ഞത്. നമ്മൾ ആളുകൾക്ക് അധികം പ്രഷർ കൊടുത്ത് അവരെ സഹിക്കുമ്പോൾ അവരുടെ സഹനശക്തിയാണെന്ന് വിചാരിക്കേണ്ട. സഹനശക്തി ഉണ്ട്, പക്ഷെ അത് നല്ലതാണെന്ന് വിചാരിക്കേണ്ട. അതിങ്ങനെ പ്രഷർ കൊടുത്ത് അത് എക്സൈൽ ചെയ്യാനുള്ളൊരു ഈ കാര്യങ്ങളോ ഇടയ്ക്കൊരു ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആ രീതിയിൽ ഇങ്ങനെ അടുക്കളയിൽ പോകുമ്പോൾ ഒരു ദിവസം ഈ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കും. ഏത് പ്രഷർ കുക്കർ? സ്ത്രീ എന്ന് പറയുന്ന പ്രഷർ കുക്കർ. അതെങ്ങനെ പ്രഷറുള്ളിൽ കൊടുത്ത് ഒരു ദിവസം പൊട്ടിത്തെറിക്കും. അതൊരു 1.5 പൊട്ടിത്തെറി ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ ഈ ഉപകരണത്തെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഏത് ഉപകരണത്തെ? സ്ത്രീയെ. ഒരു ഭീകരമായ പൊട്ടിത്തെറിയിൽ നമ്മുടെ വീടും അടുക്കളയും നാം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന അന്തസ്സും എല്ലാം ഒന്നോടെ ഇല്ലാതായി പോയേക്കാം. അതെ, ഈ ഉപകരണത്തെ, സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്ത്, ഇങ്ങനെ എല്ലാ ദിവസവും ബുക്കിപ്പിച്ച്, ഇങ്ങനെ പണിയെടുപ്പിച്ച്, കൂലി പോലും കൊടുക്കാണ്ട്, അന്തസ്സിന് വില കൊടുക്കാണ്ട്, നീതി നിഷേധിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രഷർ കുക്കറിനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന 120 ഡിഗ്രി സെൽഷ്യസിൽ പിന്നെ വെള്ളം ഹീറ്റാവുന്ന അല്ലെങ്കിൽ ബോയിലാവുന്ന ആ പ്രഷർ കുക്കർ അല്ല, അതിനേക്കാൾ അപ്പുറമുള്ള പ്രഷർ കുക്കർ. ഇതൊരു ദിവസം പൊട്ടിത്തെറിക്കും. ഇത് പൊട്ടിത്തെറിച്ചാൽ അതോടെ നിങ്ങളുടെ അന്തസ്സ് തീർന്ന്, എല്ലാം തീർന്ന്. എനിക്ക് ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാം അഡീഷണൽ ആയിട്ട്. പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പം സ്ത്രീകളിലൊക്കെ ഒരുപാട് മെന്റൽ ഇഷ്യൂസ് ഒക്കെ വരുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് ഒരു മോനുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മോളുണ്ടെന്ന് വിചാരിക്കുക. മോളെ കല്യാണം കഴിപ്പിച്ചയച്ചു, മോനും ഒരു കല്യാണം കഴിച്ച് വേറെ ജീവിതമായി. അങ്ങനെയൊക്കെയുള്ള സമയമാകുമ്പോഴത്തേക്ക് ഈ അമ്മമാരൊക്കെ ഒരുപാട് ടെൻഷൻസിലൂടെ കടന്നു പോകുന്നത് കാണാം. എന്തുകൊണ്ടാ? വർഷങ്ങളായിട്ട് ഈ മോനും മോൾക്കും വേണ്ടി മാത്രം ജീവിച്ചു അവരവരുടെ ജോലി ലോകം തേടിപ്പോയി. ഈ അമ്മയ്ക്ക് സ്പേസ് ഇല്ലാതായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് കാണാം. അപ്പൊ അവർക്ക് നല്ലൊരു അവരെ നമ്മൾ എന്താക്കുക? നീതി നിഷേധം കാണിക്കാതിരിക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് ഇത് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലും പറയാറുണ്ട്, നിങ്ങളിത് കാണുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി ഞാൻ പറയാം പെൺകുട്ടികളോട് ഇത് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര റിച്ചാണെങ്കിലും, എത്ര പൈസ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾ സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാക്കുക. ജോലി എന്ന് പറയുമ്പോൾ എല്ലാം ഈ പറഞ്ഞ സർക്കാർ ജോലി വേണമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഒരു ഒരു അംഗനവാടിയിൽ ടീച്ചറായിക്കോ, അല്ലെങ്കിൽ അംഗനവാടിയിൽ ഒരു റവ വെച്ച് കൊടുക്കുന്ന ജോലി ഉണ്ടായിക്കോ. ഞാൻ ആ ജോലിയൊന്നും ചെറുതായി കാണുന്നല്ലേ, ഞാൻ അങ്ങനെ ആ ജോലി എടുത്ത് പറയാൻ കാര്യം, അതൊരു ചെറിയ ശമ്പളം കിട്ടുന്ന ജോലിയാണ്. ആ ചെറിയ ശമ്പളമെങ്കിലും, മാസത്തിൽ ഒരു 5000 രൂപയെങ്കിലും ഇന്നത്തെ കേസിൽ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ, അല്ലെങ്കിൽ ഒരു പൗഡർ വാങ്ങാൻ, ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ, അല്ലെങ്കിൽ
എന്താ നിങ്ങളുടെ കോസ്മെറ്റിക്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു പൈസ വീട്ടിൽ ചോദിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വരരുത്. എന്നിട്ട് പെൺകുട്ടികളോട് മാത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു കേസിൽ പ്രശ്നം അനുഭവിക്കാറില്ല. കാരണം ആണിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യപ്പെടാറില്ലടോ. അതായത് ഒരു ജോലിയില്ലാത്ത പുരുഷനാണെങ്കിൽ പോലും അവന്റെ വീട്ടിലെ അമ്മയെയോ ഭാര്യയെയോ ഭരിക്കും, അവന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ സ്ത്രീ ഒരുപാട് പഠിച്ചാലും വിദ്യാഭ്യാസം നേടി ജോലിയൊക്കെ നേടിയാലും ഒരു പക്ഷേ വീട്ടിൽ ഈ അടുക്കളയിൽ ഇപ്പോൾ ജോലിയുള്ള സ്ത്രീകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. വീട്ടിൽ അടുക്കളയിലുള്ള മുഴുവൻ പണി എടുത്തിട്ട് വേണം പുറത്തു പോയി പണിയെടുക്കാൻ. ഏത് വലിയ പ്രഷർ കുക്കർ ആയിരിക്കും അവര്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്പേസ് ഉണ്ടാക്കുക. ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ പുരുഷന്മാരെ എതിർക്കണമെന്നോ പുരുഷന്മാരെ ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ സ്യൂഡോ ഫെമിനിസം കപട ഫെമിനിസം പറയണമെന്നോ ഒന്നുമല്ല. നിങ്ങൾ പുരുഷന്മാരെ ബഹുമാനിക്കണം, പുരുഷന്മാർ നിങ്ങളെയും ബഹുമാനിക്കണം. മനസ്സിലായോ? അതേസമയം നിങ്ങൾ പുരുഷന്മാരെ സ്നേഹിക്കണം, പുരുഷന്മാർ നിങ്ങളെയും സ്നേഹിക്കണം. അതായത് നിങ്ങളുടെ അടുത്തുള്ള ഒരു പുരുഷനോ നിങ്ങളുടെ ആൺ സുഹൃത്തോ ഭർത്താവോ അച്ഛനോ ആരോ ആവട്ടെ, അവരുടെ കഴിച്ച പ്ലേറ്റ് നിങ്ങൾ കഴുകി കൊടുത്തോ കുഴപ്പമില്ല. പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ പ്ലേറ്റ് കഴുകാൻ അവർ സന്നദ്ധരാണെങ്കിൽ മാത്രം, അല്ലാത്ത പക്ഷം അത് അടിമ ഉടമ ബന്ധമാണ്. നിങ്ങളുടെ പ്ലേറ്റ് അവർക്ക് കഴുകി തരാനുള്ള മനസ്സില്ലെങ്കിൽ നിങ്ങൾ അവരുടെ പ്ലേറ്റ് കഴുകാൻ നിൽക്കരുത്. നമുക്ക് ഇക്വാലിറ്റി തന്നെയാണ് വേണ്ടത്. ആ ഇക്വാലിറ്റി ഞാൻ പറയുന്നത് ടെൻഷനാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഞാൻ പുരുഷ വിരുദ്ധതയൊന്നും അല്ല കുട്ടി വെച്ച് തരുന്നത്. അതായത് നിങ്ങൾ പുരുഷന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി നിലകൊള്ളണം, ഒക്കെ വേണം. പക്ഷേ ആ പുരുഷന്മാർ നിങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളണം. അപ്പോഴേ അത് എന്താവുന്നുള്ളൂ, സ്നേഹമാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ ജനാധിപത്യ വിരുദ്ധത അല്ലെങ്കിൽ അനീതി അതൊക്കെ ആവുന്നുള്ളൂ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കണ്ടെത്താം? പ്രിയപ്പെട്ട പെൺകുട്ടികളെ എങ്ങനെ കണ്ടെത്താം? ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാക്കുക. ആ ജോലി അതായത് നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതായാൽ, സ്ത്രീധനത്തിന്റെ പേരിലോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് പ്രകാരം സൗന്ദര്യത്തിന്റെ പേരിലോ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെയായാൽ, നിങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്താൽ, എനിക്ക് ഈ ജീവിതം വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിട്ട് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തിയതിനു ശേഷം മാത്രം, വഴി കണ്ടെത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക. അല്ലാണ്ട് ഈ പറഞ്ഞ സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത നിലയിൽ ഏതോ ഒരു പുരുഷന്റെ കയ്യിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ പിന്നെ അവർ പറയും പോലെയായി നിങ്ങളുടെ ജീവിതം. അതിലും നല്ല പുരുഷന്മാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ നല്ല പുരുഷന്മാരുണ്ട്. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ജീവിതം കിട്ടും. പക്ഷെ അതൊരു ലോട്ടറിയാണ്. എത്തിയിട്ടില്ലെങ്കിലോ എത്ര ആത്മഹത്യകൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് മക്കളെ നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി ഉണ്ടാക്കുക, അതിനുശേഷം മാത്രം വിവാഹ ജീവിതത്തിലേക്കോ അതായത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചൊന്ന് ജീവിക്കുക, എന്നിട്ട് കമ്മിറ്റഡ് ആവാൻ പോയാൽ മതി എന്നാണ്. ഉപദേശമൊന്നുമല്ല, നിങ്ങളുമായിട്ട് ചെറിയ പ്രായ വ്യത്യാസം എനിക്കുള്ളൂ. അപ്പൊ എന്റെ ചെറിയ നിരീക്ഷണങ്ങളിലൂടെ എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കുക. കാരണം നിങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ ആർക്കും നിന്ന് കൊടുക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ലേഖനത്തെ കുറിച്ച് പറയാനുള്ളത്. 3 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോളൂ. പിന്നെ നോട്ട്സ് വേണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്തോളൂ. അപ്പം വീണ്ടും കാണാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട്. താങ്ക് യു.